സ്ഥാനങ്ങളിൽ ഇരിക്കുക. ഇനിയിപ്പോൾ പുതുതായിട്ടൊക്കെ ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്, അവർക്കൊക്കെ കാണുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഒരുക്കുക. അതിലൂടെ കയറി ഇതിനെ ഇറങ്ങി പോകത്തക്ക രീതിയിൽ ഇവിടെ ഒരു ക്രമീകരണം ചെയ്യണം. എല്ലാവർക്കും പ്രിയമാതാവിന്റെ ഭൗതിക ശരീരം കാണുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. ചില അനുശോചന വാക്കുകൾ കൂടി ചില പ്രിയപ്പെട്ടവർ വേണ്ടത്തിൽ പങ്കുവെക്കും. മുതലയോടുകൂടി നമ്മുടെ വിഭാഗത്തിലെ ശുശ്രൂഷകൾ അവസാനിക്കും. 4 മണിക്ക് മാങ്ങോട്ടുള്ള താമരനാക്കൽ ചർച്ചിന്റെ സെമിത്തേരിയിലാണ് പ്രിയ മാതാവിനെ സംസ്കരിക്കുന്നത്. ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പഠനക്കാല IPC സഭാ ശുശ്രൂഷകരും കാസർഗോഡ് HMI ജില്ലാ സെക്രട്ടറിയുമായിരിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ PC ജെയിംസ് ചില വാക്കുകൾ അനുശോചനമായി അറിയിക്കും. കർത്താവിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു കർത്തൃദാസന്മാർ എന്നിവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വാത്സല്യ മാതാവിന്റെ ദേഹാവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സഭാവിശ്വാസികളെ എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. വിശുദ്ധ തിരുവഴുത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാവ് വീട്ടിൽ പോകുന്നത് നല്ലത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരണം വഴിയായി ഈ ലോകത്തിൽ നിന്നും ഈ ലോകത്തോടും വിട പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 98 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച് സന്തോഷത്തോടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കണ്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് വലിയ പ്രത്യാശാപരമായ ഒരു ജീവിതം നയിച്ച് തന്റെ സ്വന്തം ഭവനത്തിലേക്ക് കടന്നുപോയ വാത്സല്യ മാതാവിനെ ഉയർപ്പിന്റെ മുൻപുലരിയിൽ കർത്താവിന്റെ കാഹളധ്വനി മുഴങ്ങി കേൾക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട യൗവനയുക്തമായ ശരീരത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് വാത്സല്യ മാതാവിനെയും കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ് ഇങ്ങനെ എഴുതി: നാം ഈ കാലത്തിൽ മാത്രം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യന്മാരിലും അരിഷ്ടരുണ്ട്. ക്രിസ്തീയ പ്രത്യാശ ഈ ലോകങ്ങൾ അവസാനിക്കുന്നതല്ല, ഇതിനപ്പുറമായി, മരണത്തിനപ്പുറമായി ഒരു ജീവിതമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നുള്ള വലിയ പ്രത്യാശയാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശ കൊണ്ടുകൊണ്ടാണ് ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ ഒരു വലിയ നിലവിളിയോ വലിയ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ ആയിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ കാഹളധ്വനി മുഴങ്ങി കേൾക്കുമ്പോൾ വാത്സല്യ മാതാവിനെയും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി കാണാമെന്നുള്ള പ്രത്യാശയോടെ ഈ ലോകത്തിലായിരിക്കാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിക്കുമാറാകട്ടെ. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും ഹോസ്പിറ്റൽ മെഡിസിൻസ് ഇന്ത്യ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും IPC ഹെപ്പോൾ പടമക്കാട് സഭയ്ക്ക് വേണ്ടിയും എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധമായ പ്രത്യാശയും അനുശോചനവും അറിയിച്ചുകൊണ്ട് ദൈവം സന്നിധിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സെൻട്രൽ പാസ് ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെങ്ങന്നൂരിൽ ആയിരിക്കുന്നതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുശോചനം അറിയിക്കുന്നു.
ഇപ്പോൾ ബിജു ചാക്കോ പാസ്റ്റർ ചില വാക്കുകൾ കർത്താവിന്റെ പരിശുദ്ധനാമം മഹത്വമാകട്ടെ. പ്രിയ മാതാവിന്റെ ദേഹോപയോഗത്തോടനുബന്ധിച്ച് എനിക്കും കുടുംബമായി സംബന്ധിപ്പാൻ ദൈവം ഒരിക്കൽ നല്ല സാവകാശത്തിനായി കർത്താവിനെ ശ്രദ്ധിക്കുന്നു. പ്രിയ അമ്മയെപ്പറ്റി പറയുമ്പോൾ 97 കാലഘട്ടം മുതൽ പ്രിയ അമ്മച്ചി ആ കുടുംബമായിട്ട് എനിക്ക് നന്നായിട്ട് ബന്ധമുണ്ട്. ഞാൻ മാലോത്ത് കർത്താവിന്റെ പേരിലായിരിക്കുമ്പോൾ പ്രിയ അമ്മച്ചിയുടെ ചേടത്തി അമേരിക്ക അമ്മച്ചി എന്നൊക്കെ പറയും. ആ കാലഘട്ടം മുതൽ ഞാൻ അവരുടെ സഭയുടെ പാസ്റ്റർ ആയിരുന്നുകൊണ്ട് ആ കാലഘട്ടം മുതൽ പ്രിയ അമ്മച്ചിയുമായിട്ട് നന്നായിട്ട് അറിയാം. ഈ കുടുംബത്തെ നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് അപ്പച്ചൻ അദ്ദേഹം പെട്ടിക്കട ഒക്കെ നടത്തിയ കാലഘട്ടമൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ അവിടുന്ന് ഭീമനടിയിൽ കർത്താവിന്റെ പേരോട് ബന്ധിച്ച് വന്നപ്പോൾ കുറെ കൂടെ ഈ ബന്ധങ്ങൾ പുലർത്തുവാൻ ദൈവം ഒരുക്കി. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ഈ വാത്സല്യ ഇവിടെ വന്നപ്പോൾ പ്രിയ അമ്മച്ചിയെ കാണുവാൻ ഇടയായി തീർന്നു. അമ്മച്ചി അന്നേരം തീരെ വയ്യാതെ പ്രിയ പാർശ്വവും പ്രിയ മക്കളൊക്കെ പെൺമക്കളൊക്കെ ഉണ്ടായിരുന്നു. കിടക്കുക, പിന്നെ എഴുന്നേൽപ്പിക്കുക, പിന്നെ എനിക്ക് കിടക്കണമെന്ന് പറയുന്നു, പിന്നെ എഴുന്നേൽപ്പിക്കുക. അങ്ങനെ പലവട്ടം അമ്മച്ചി എഴുന്നേൽപ്പിക്കാനും കിടക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ ആയിരുന്നു. ഇന്നലെ ഈ മരണവാർത്ത അറിയുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്ന് 2 വാക്ക് പറയുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രത്യാശയുള്ളവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വഴി കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർത്തുവന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആ വരവെങ്കിൽ ആ ഉയർപ്പിന്റെ പൊൻപൊലിയിൽ പ്രിയ മാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയോടെ എന്റെ കുടുംബത്തിന്റെയും അനുശോചനയും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ദിവസത്തിലിരിക്കും. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ സന്തോഷ് കെ പി. ദൈവത്തിന്റെ ധന്യമുള്ള നാമം ഈ ദുഃഖ ഭവനത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ അമ്മച്ചിയുടെ ദേഹവിയോഗത്തോടനുബന്ധിച്ച് ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും അധികമായി ദൈവം തന്റെ വചനത്താൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ അമ്മച്ചിയെ കുറിച്ചുള്ള അനവധി ഓർമ്മകൾ ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടു. ആഴ്ചയിൽ ഏകദേശം 1 എന്ന നിലയിൽ വരികയും അമ്മച്ചിയെ കാണുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഇവിടെയുള്ള ദേവദാസന്മാർക്കുണ്ട്. കൂടെ എനിക്കും വരുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇടയായി. തികഞ്ഞ വാർദ്ധക്യത്തിൽ ദീർഘായുസ്സോടെ ഭൂമിയിലായിരുന്ന കഴിഞ്ഞ രാത്രിയിൽ തന്റെ സ്വന്തം ഭവനത്തിലേക്ക് വാങ്ങിപ്പോയ പ്രിയ മാതാവിന്റെ നല്ല വിശ്വാസത്തിൽ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇത്രയും ആയിരുന്നിട്ടും സഹജമായ അസുഖങ്ങൾ തന്നെ കാര്യമായി ബാധിക്കാതെ ദൈവം നല്ല ആയുഷ്യം ആരോഗ്യവും ഒക്കെയുള്ള ഒരു ശരീരം കൊടുത്തു. ചില നാളുകൾ മാത്രം ശരീരത്തിൽ അല്പ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്നതൊഴിച്ച് ആരോഗ്യത്തോടെ ആയിരിക്കാൻ ദൈവം കൃപ കൊടുത്തു. അതൊരു ഭാഗ്യകരമായ അനുഭവമാണ്. നാം ഈ ഭൗതിക ശരീരത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രായം മരണത്തിനൊരു ബാധകമല്ല. ഏത് സമയവും നാം ഈ ലോകത്ത് നിന്ന് മരണത്താൽ മാറ്റപ്പെടേണ്ടവരാണ്. എന്നാൽ നമുക്കുള്ളൊരു പ്രത്യാശ ഈ ലോകത്തിൽ, താൽക്കാലികമായ ലോകത്തിൽ ഉള്ള ജീവിതമല്ല നമ്മുടെ പ്രത്യാശ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം, ഒരു ഭവനം കർത്താവ് നമുക്കായി ഒരുക്കുന്നു. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും
എന്നുള്ളതാണ് നമുക്കുള്ള പ്രത്യാശ. ഈ ലോകത്തിൽ പ്രിയാമ്മച്ചി മാറ്റപ്പെട്ടു, തന്റെ സ്വന്തം ഭവനത്തിലേക്ക് താൻ പ്രവേശിച്ചു. ആ പ്രത്യാശയോടെ ധൈര്യത്തോടെ നമുക്കും ജീവിക്കാം. ഈ ഭൂമിയിൽ നാം പാർക്കുന്ന ആയുസ് ഒരു കാര്യം ബോധ്യമാകണം, നമ്മുടെ സ്വന്തം ഭവനം നാം ഉറപ്പാക്കണം. അത് ലഭ്യമാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മാതാപിതാക്കൾ അവർ സമ്പാദിക്കുന്ന എല്ലാ സമ്പാദ്യവും കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ ഓഹരി ലഭ്യമാകുവാൻ ഏക ഘടകം അവർ മക്കളായി തീർന്നു എന്ന കാരണത്താലാണ്. ഇതുപോലെ സ്വർഗരാജ്യത്തിൽ ഒരു ഓഹരി ലഭ്യമാകുവാൻ നാം ദൈവത്തിന്റെ മക്കളായി തീരുക എന്നതാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ കർത്താവ് അധികാരം തന്നിരിക്കുകയാണ്. ആ ബോധ്യമില്ലാതെ ആരെങ്കിലും ഈ ഭൗതിക ശരീരത്തിന് മുമ്പിലായിരിക്കുന്നെങ്കിൽ ഇന്ന് ആ ബോധ്യം പ്രാപിക്കണം. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ മകനായി മകളായി തീർന്ന് സ്വർഗരാജ്യത്തിൽ ഒരു ഓഹരി പ്രാപിക്കുവാനുള്ള ബോധ്യത്തോടെ ഈ സംസ്കാര ശുശ്രൂഷയിൽ നിന്ന് വിട വാങ്ങുവാൻ ഇടയാകട്ടെ. പ്രത്യാശയോടെ ദാനിയേലിനോട് ദൈവം പറയുന്നു, നീയോ ദാനിയേലിൽ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ആ ഓഹരിയെ കുറിച്ചുള്ള ബോധ്യത്തോടെ നമുക്കായിരിക്കാം. പൊട്ടോടി IPC സഭയുടെ പേരിലുള്ള ക്രിസ്തീയ പ്രത്യാശയെ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. നന്ദി. തുടർന്ന് ഒന്ന് രണ്ട് വാക്കുകൾ ഇന്ന് കർത്താവിന്റെ ദാസൻ രാജേഷ് സാമുവേൽ, ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യയുടെ മാർക്കറ്റ് പ്രവർത്തകനാണ്. കർത്താവിന്റെ ദാസൻ ഒന്ന് രണ്ട് വാക്കുകൾ അനുശോചനമായി പങ്കുവെക്കും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ബഹുമാനമാകട്ടെ. വാത്സല്യ മാതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ദൈവം അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മളിവിടെ കേട്ടതുപോലെ പ്രത്യാശയുടെ ഗാനങ്ങളും പ്രത്യാശയുടെ വചനങ്ങളും ആശ്വാസവാക്കുകളൊക്കെ നമ്മൾ അനവധി കേട്ടുകൊണ്ടിരിക്കുകയാണ്. മരണം വഴിയുള്ള വേർപാട് മാനുഷിക ജീവിതത്തിൽ എപ്പോഴും അതൊരു തീരാ ദുഃഖമാണ്. ഇവിടെയാണ് യേശുവിന്റെ വാക്കുകളുടെ പ്രസക്തി. നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, അതിലുപരി ഈ മരണം കൊണ്ട് മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും ഈ വാക്കുകളിൽ കൂടെ, ഈ വചനങ്ങളിൽ കൂടെയൊക്കെ ദൈവം വീണ്ടും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വാത്സല്യ മാതാവിനെ ഏറിയ വർഷങ്ങൾ കൊണ്ട് വളരെ പരിചയമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോഴൊക്കെ ഓടി വന്ന് കൈ തരികയും വിശേഷങ്ങളെ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ദൈവം ഈ ഭവനത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ട ഈ സൂര്യൻ ഇന്ന് അല്പനിമിഷം കൂടെ കഴിയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞ് പോവുകയാണ്. ഇവിടെ ഇരുട്ടാകുന്നു. പക്ഷെ ഒരിക്കലും നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞ ഈ സൂര്യന്റെ പ്രഭാവം, അതിന്റെ പ്രകാശം, അതിന്റെ ചൂട് ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. നമ്മൾ പഠിക്കുമ്പോൾ അത് മറ്റൊരു രാജ്യത്ത് ഉദിക്കുകയാണ്. ഇവിടെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അസ്തമിക്കുമ്പോൾ അത് മറ്റൊരു രാജ്യത്ത് ഉദിക്കുകയാണ്. ഇനി അടുത്ത ഒരു പ്രഭാതം വരുമ്പോൾ ആ സൂര്യനെ നാം വീണ്ടും കാണും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അലമുറയില്ലാത്തത്. ഇവിടെ വേദനയും ഭാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രത്യാശ തരുന്നത് അമ്മേ മാതാവിനെ ഞങ്ങൾ കാണും എന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ്. ഒരു ഭാഗ്യം നിറഞ്ഞതാണ്. ഇപ്പൊ നമ്മളിവിടെ, ഞാനിവിടെ, അല്ലെങ്കിൽ ഇവിടെ ദൈവദാസന്മാര് നിത്യതയെക്കുറിച്ച് പാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭാഗ്യം അതിലില്ല. കാരണം നമ്മൾ പറയുകയാണ് ഇപ്പൊ ചെയ്യുന്നത്, വിശ്വാസത്തോടെ പറയുക. പക്ഷെ അങ്ങനെ പറഞ്ഞ മാതാവ് ഇന്നലെ രാത്രിയിൽ ആ നിത്യതയിലെത്തി. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്നലെ വരെ പറഞ്ഞ ആ നിത്യതയില്, ഇന്നലെ വരെ പറഞ്ഞ ആ എറ്റേണൽ ലൈഫിലേക്ക് ആ മാതാവ് കയറി. അതൊരു വലിയ ഭാഗ്യമാണ്. സ്തോത്രം. നമ്മുടെ പറയട്ടെ, ഏകദേശം 97 വർഷം
ഈ സൂര്യൻ ഇവിടെ ഉദിച്ചു, ഇന്നലെ അസ്തമിച്ചു, മറ്റൊരു രാജ്യത്ത് ഇത് ഉദിച്ചു. നാളെ ഹല്ലേലൂയ, ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ വരുമ്പോൾ ആ വിശുദ്ധന്മാരോടുകൂടെ വിശുദ്ധമതികളോടുകൂടെ വാത്സല്യ മാതാവിനെ നമുക്ക് കാണാമെന്നുള്ളൊരു വലിയ പ്രത്യാശയുണ്ട്. ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ. ഇന്നലെ രാത്രിയിൽ ഇവിടെ നിന്ന് നിത്യതയിലേക്ക് വന്ന നാട്ടിലേക്ക് പോയ മാതാവിനെ ഇവിടെ പോയപ്പോൾ ഇവിടെ ഒരു ഭക്ത കുറഞ്ഞു. നിത്യതയിൽ ആദ്യം മുതലുള്ള ഭക്തന്മാരോടുകൂടെ ഒരാളും കൂടെ ചേർന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, എന്റെ ഒരു ഭാവനയിൽ ചിന്തിക്കുകയാണ്. ഈ മാതാവ് ഇന്നലെ 9 മണിക്ക് അവിടോട്ട് 10 മണിക്ക് അവിടോട്ട് കയറി ചെന്നപ്പോൾ ആദ്യം മുതലുള്ള വിശുദ്ധന്മാർ വെൽക്കം ചെയ്ത് കാണും. കയറി വരിക, നിന്നെ ഞങ്ങൾ കാത്തിരിക്കുകയാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ വന്നിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു, ചിരിച്ചുകൊണ്ട് ആർത്ത് സന്തോഷിച്ചുകൊണ്ട് ഈ ഭക്തന്മാരോട് കൂടെ ഈ ഭക്തമതികളോട് കൂടെ ഈ മാതാവും കയറി കാണും. അതിലുപരിയായി ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിക്ക് ജീവൻ തന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ ഈ മാതാവിന് ജീവൻ കൊടുത്ത, മരണത്തിനപ്പുറം ഒരു ജീവനുണ്ടെന്ന് വെളിപ്പെടുത്തി കൊടുത്ത യേശുവിനെ നേരിൽ കാണുവാനുള്ള ഒരു വലിയ ഭാഗ്യം ഈ മാതാവിന് ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ കേട്ടതുപോലെ ആരെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാതെ വണ്ണമായിരിക്കും തീർന്നിരിക്കുന്നെങ്കിൽ ഈ മാതാവിന്റെ ഈ സംസ്കാര ചടങ്ങില് എനിക്കും ഒരു നിത്യത വേണം എന്നുള്ളൊരു വലിയ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ അവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, പ്രത്യാശ നൽകട്ടെ, ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണ്ടിരിക്കും. വളരെ പ്രത്യാശപരമായ വാക്കുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി ദൈവദാസന്മാർ ഇനിയും ഉണ്ട്. എങ്കിലും നമ്മുടെ സമയത്തിന്റെ അപര്യാപ്തത നിമിത്തം നമ്മൾ വേഗത്തിൽ ശുശ്രൂഷകൾ പര്യവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. തുടർന്ന് അമ്മച്ചിയുടെ ഇളയ ആങ്ങള കർത്താവദാസൻ KM ജോൺ അദ്ദേഹം മുമ്പോട്ട് കടന്നു വരികയും അമ്മച്ചിയെ കുറിച്ചുള്ള ചില ഓർമ്മകളൊക്കെ നമ്മളോട് അദ്ദേഹം ബ്രദർ നസ്രിയിലെ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ചില വാക്കുകൾ അമ്മച്ചിയെ കുറിച്ച് നല്ല ഓർമ്മകൾ പങ്കുവെക്കുകയും പ്രത്യാശയുടെ വചനങ്ങൾ പറയുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം. എൻ്റെ മൂത്ത സഹോദരിയും ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളുടെ മാതാവും കൊച്ചുമക്കളുടെ വല്യമ്മച്ചിയും ആയ കർത്താവിൻ്റെ ദാസി ഇവിടെ ദേഹവിയോഗത്തോട് ബന്ധപ്പെട്ട് തൻ്റെ ഭൗതിക ശരീരത്തിന് നല്ലൊരു യാത്രയയപ്പ് നൽകുവാൻ കൂടി വന്നിരിക്കുന്നു.